വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് വെളിച്ചെണ്ണയുടെയും തേങ്ങയുടെയും അളവ് കുറച്ചാലും ഹോട്ടൽ വ്യവസായത്തിൽ അത് സാധ്യമല്ല എന്ന് വ്യാപാരികൾ പറയുന്നു. വില കൂട്ടാതെ മുന്നോട്ടു പോക്ക് സാധ്യമല്ല എന്നാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത്. ഗുണമേന്മയിൽ കുറവുണ്ടായാൽ അത് കച്ചവടത്തെ ബാധിക്കും. അതാണ് വ്യാപാരികളുടെ ആശങ്ക. ഇടുക്കി കുമളിയിൽ നിന്ന് രാഹുൽ സുരേഷിന്റെ റിപ്പോർട്ട്. കേരളത്തിൽ തേങ്ങാവിലയും വെളിച്ചെണ്ണ വിലയും കുതിച്ചുയരുകയാണ്. റോക്കറ്റ് പോലെ കുതിക്കുകയാണെന്ന് നമുക്ക് വേണേൽ പറയാം. വീട്ടിലൊക്കെ തേങ്ങ ചേർത്ത അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത അവിയലും തോരനൊക്കെ കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നവർ ഈ തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയൊക്കെ അളവ് കുറയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അളവ് കുറയ്ക്കാൻ കാരണം നമ്മുടെ പോക്കറ്റ് കാലിയാവുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തി. ഈ സാഹചര്യത്തിൽ ഹോട്ടൽ വ്യവസായത്തെ ഇത് എങ്ങനെയായിരിക്കും ബാധിക്കുക എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഹോട്ടലിലെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് കറികളൊക്കെ ഒന്ന് നോക്കാം. ഇതാണെങ്കിൽ തേങ്ങാ ചമ്മന്തി, തേങ്ങയില്ലാതെ പറ്റില്ല. കൂട്ടുകറിയിൽ തേങ്ങയും വേണം, വെളിച്ചെണ്ണയും വേണം. തോരൻ നോക്കുകയാണെങ്കിൽ തേങ്ങ അരച്ച ആണ് ഈ തോരൻ ഉണ്ടാക്കുന്നത്. കറികളാണെങ്കിലും കടുക് പൊട്ടിച്ച കറികളാണ് ഏറ്റവും കൂടുതൽ ഹോട്ടലുകളിൽ ഉണ്ടാകുന്നത്. അപ്പോൾ പപ്പടം നോക്കുകയാണെങ്കിൽ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത പപ്പടം കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. കുമളിക്ക് പോകുന്ന വഴിക്കാണ് ലൈവ് കിച്ചൺ എന്നൊരു സ്ഥാപനത്തിലാണ് ഉള്ളത്. നമുക്ക് ഇതിൻ്റെ ഉടമയൊക്കെ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ഇവിടുത്തെ കിച്ചണിലാണ് നമ്മളുള്ളത്. ചേട്ടാ, ഇപ്പോൾ കഴിഞ്ഞ 4 മാസമായിട്ട് തേങ്ങാ വില, വെളിച്ചെണ്ണ വിലയൊക്കെ വലിയ രീതിയിൽ കുതിച്ചു ഉയരുകയാണ്. എങ്ങനെയാണ് ഹോട്ടൽ വ്യവസായത്തെ ഇത് ബാധിക്കുന്നത്? ഹോട്ടൽ വ്യവസായം എന്ന് പറയുന്നത് നിന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയാണ്. കേരളത്തെ സംബന്ധിച്ചോളം, കേരളീയരെ സംബന്ധിച്ചോളം തേങ്ങ അല്ല വെളിച്ചെണ്ണ ചേർക്കാതെ ഒരു വൈഭവവും കഴിക്കാൻ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. വില കൂട്ടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നുണ്ടല്ലേ കാര്യങ്ങൾ? അതെ, അതായത് ഹോട്ടൽ വ്യവസായം ഇതുപോലെ പോവുകയാണെങ്കിൽ ആയിരക്കണക്കിന് ഹോട്ടൽ അടച്ചുപൂട്ടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ തള്ളപ്പെടും. നമ്മുടെ ഷെഫ് ഏട്ടൻ അവിടെ മീനൊക്കെ മുളക് തേച്ച് വെച്ചേക്കുകയാണ്, വറുക്കാനായിട്ടുള്ള റെഡി ആയിട്ട് വെച്ചേക്കാണ്. പക്ഷേ ഇത് വെളിച്ചെണ്ണയ്ക്കകത്ത് വറുത്തെടുക്കുകയാണെങ്കിൽ നല്ല കിടിലൻ ടേസ്റ്റ് ആയിരിക്കും. ചേട്ടാ, വെളിച്ചെണ്ണയും തേങ്ങയും ചേർക്കാതെ ചേട്ടൻ്റെ ജീവിതകാലത്തിൽ ഇത്രയും കാലത്ത് ഒന്നും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. വെളിച്ചെണ്ണ വേണം, എല്ലാത്തിനും വെളിച്ചെണ്ണ ആവശ്യം. മീൻ വറക്കണം വെളിച്ചെണ്ണ നോക്ക്. ഇപ്പൊ അത് ഇച്ചിരി അളവ് കുറയ്ക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കാര്യം കുറച്ച് കഴിയുമ്പോൾ ടേസ്റ്റ് കുറയും. അങ്ങനെ കുറയ്ക്കാൻ പറ്റുകയുള്ളൂ. അളവ് കുറച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് വരികയില്ല, നമുക്ക് ബാധിക്കും. ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ ആണെന്ന് പറയും. ക്വാളിറ്റിയിൽ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റുകയില്ല. വെളിച്ചെണ്ണ ഈ വിലക്കയറ്റം തടയുക എന്നുള്ളതാണ് മെയിൻ പ്രശ്നം. തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില കുതിച്ചുയരുമ്പോഴും ക്വാളിറ്റിയിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അഡ്ജസ്റ്റ് ചെയ്താൽ അത് കസ്റ്റമേഴ്സിനെ ബാധിക്കും. നാളൊരു കസ്റ്റമർ തിരിച്ച് ഹോട്ടലിൽ കയറാത്ത സാഹചര്യത്തിലേക്ക് എത്തുമെന്നാണ് ഈ ഹോട്ടലിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. കുമളിയിലേക്ക് പോകുമ്പോൾ ഉള്ള ലൈവ് കിച്ചൺ എന്ന ഹോട്ടലിലാണ് നമ്മൾ കണ്ടത്. അവരുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ കേട്ടത്. വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.